ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ പുറത്ത് കുട്ടിയെയും കൊണ്ട് പുറത്തു പോകുമ്പോ സഹോദരിമാരോട് പറഞ്ഞിരുന്നു, ചില റിപ്പോർട്ടിൽ അങ്ങനെയുണ്ട്, ഈ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോകുമ്പോ, നിങ്ങളൊക്കെ ആടുകളുടെ കൂട്ടത്തിൽ പോകുമ്പോ ഈ കുട്ടിയെ തണലുള്ള ഒരു ഭാഗത്ത് പ്രത്യേകം പിടിച്ചിരുത്തണം, നിങ്ങളെ കൂടെ വെയിലത്തേക്ക് കൊണ്ടുപോകരുത്. അപ്പൊ കൂട്ടത്തിൽ സഹോദരി പറഞ്ഞു, യാ ഉമ്മാ മാ വജദ അഖീ ഹർറാ, എന്റെ സഹോദരൻ ഒരിക്കലും ചൂട് ഏൽക്കാറില്ല. ഇന്നലെയും മിനിയാന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, റഅയ്തു ഗമാമതൻ തുദില്ലു അലൈഹി, ഒരു മേഘം ഇങ്ങനെ തണലിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മ. വഇദാ വഖഫ വഖഫത്, തങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് മേഘം അവിടെ നിൽക്കുകയാണ്. തങ്ങൾ അങ്ങനെ നടക്കുമ്പോ, ഈ കുട്ടി അങ്ങനെ നടക്കുമ്പോ മേഘവും കൂടെ നടക്കുകയാണ്. അതുകൊണ്ട് തണലുള്ള മരത്തിന്റെ ചുവട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണിത്? കുട്ടിക്കാലത്താണിത്, ചെറിയ പ്രായത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാധാരണ കുട്ടികളെ പോലെ വളർന്നതല്ല, സാധാരണ കുട്ടികളെ പോലെ വികസിച്ചതല്ല, വലുതായതല്ല. ചെറുപ്പത്തിലെ അല്ലാഹു തആല തങ്ങൾക്ക് ഇസ്മത്ത് നൽകിയിട്ടുണ്ട്, കാവൽ നൽകിയിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞില്ലേ, ബുഗ്ലത്തിലയ്യൽ ഔസാൻ, കുട്ടിക്കാലത്ത് തന്നെ വിഗ്രഹങ്ങൾ എനിക്ക് വെറുപ്പായിരുന്നു, അവരുടെ ആഘോഷങ്ങൾ, ആരാധനകൾ, നേർച്ചകൾ എനിക്ക് വെറുപ്പായിരുന്നു. അത്തരത്തിലുള്ള ഒരു സംഗതിയിലും പങ്കെടുക്കാനോ അവരെ കൂട്ടത്തിൽ കൂടാനോ ഒരിക്കൽ പോലും പോകാൻ എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ എന്റെ മനസ്സിലേക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ മേഘം നടക്കുന്നത്, മേഘം തണലിട്ട് കൊടുക്കുന്നത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ കുട്ടികൾ കാണുകയാണ്. ഉമ്മ ചോദിച്ചു, ഉമ്മ ചോദിച്ചു, മോളെ നീ പറയുന്നത് സത്യമാണോ? ഉമ്മ, സത്യമാണ്, ഈ അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ അങ്ങനെ കാണാറുണ്ട്. ഹലീമ റളിയല്ലാഹു അൻഹ പറയും, അഊദു ബില്ലാഹി മിൻ ശർരി മാ നഹ്ദർ വലാ ഇബ്നി, എന്റെ മകന്റെ മേൽ ഞാൻ പേടിക്കുന്നതിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഈ കുട്ടിക്ക് വലിയ കാവലാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്, ചെറിയ കാവലല്ല. ഈ ഒരു ബന്ധം കാരണം ഹലീമ ബീവി റളിയല്ലാഹു അൻഹയോട്, ഹലീമ ബീവിയോട് ജീവിതത്തിന്റെ അവസാനം വരെ വലിയ ബഹുമാനത്തോടെ വർത്തിച്ചിരുന്നു ഹബീബ് റസൂലുള്ളാഹി